വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. ഐഷാസ് ഫ്ലവേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഉപ്പുമാവാണ്, സാധാരണ റവ ഉപ്പുമാവ്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ബട്ടർ ഇടണം. ഇതിനകത്തേക്ക് ബട്ടർ ഇട്ടിട്ട് ബട്ടറിനകത്ത് ഇച്ചിരി നെയ്യും കൂടി ആഡ് ചെയ്യണേ. എന്നിട്ട് നെയ്യും കൂടി ഒരു ടീസ്പൂൺ നെയ്യും കൂടി, ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇഞ്ചി, സവോള, പച്ചമുളക് എന്നിവ നല്ലോണം വഴറ്റിയെടുക്കണം. വഴറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ അടുത്ത് 3 ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, റെഡ്, യെല്ലോ, ഗ്രീൻ. ആ 3 ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ 3 ക്യാപ്സിക്കം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിരുന്ന ക്യാരറ്റും ബീൻസും ഉണ്ടായത് ആ കരിഞ്ഞ് മാറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ചൂടുള്ള വെള്ളത്തിനകത്തേക്ക് 2 കാശ്മീരി ചില്ലി ഇടണം. കാശ്മീരി ചില്ലി, ഒരു ടൊമാറ്റോ മുറിച്ചിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. പക്ഷേ ഒന്ന് ബട്ടർ എൻ്റെ അടുത്തുനിന്ന് ഇതായി പോയിട്ടുണ്ടായിരുന്നത്, ഇട്ടപ്പോൾ സ്റ്റീലിൻ്റെ പാത്രമല്ലേ, അത് ഒരു ടേസ്റ്റിന് കുറവില്ല കേട്ടോ, അപാര ടേസ്റ്റാണ്. ഇതെന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ അരച്ച് വെച്ചിരിക്കുന്നതാണ് ടൊമാറ്റോയും പിന്നെ 2 കാശ്മീരി ചില്ലി ഇട്ട് ഒരു ഫുൾ ടൊമാറ്റോ ഇട്ട് അത് നല്ലോണം തിളച്ച വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അരക്കുകയാണ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പാകത്തിനുള്ള ഉപ്പ് ഇട്ടിരുന്നു കേട്ടോ. അത് നല്ലോണം വഴറ്റിയെടുക്കണം. അതിങ്ങനെ വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് എത്രയാണോ വെള്ളം ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പുമാവിലേക്ക് കേട്ടോ. റവ ആദ്യം വറുത്ത് വെക്കണം കേട്ടോ. വറുത്ത റവയാണെങ്കിൽ വറുക്കേണ്ട, വറുക്കാത്ത റവയാണെങ്കിൽ വറുക്കണം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ 2 കരിവേപ്പില അതിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ആ മണം കിട്ടാൻ വേണ്ടി പിന്നെ ലാസ്റ്റ് കുറച്ച് കരിവേപ്പില ഇടണം നമ്മൾ. എന്നിട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഇത് റെഡിയാക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കണൊന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് നമ്മൾ കരിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി അടച്ച് വെക്കണം കേട്ടോ. ഈ ഉപ്പുമാവ് എൻ്റെ മക്കളെ ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, ബൈ, താങ്ക് യു.